നക്ഷത്രം എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ്. പക്ഷേ എന്തുകൊണ്ട് നക്ഷത്രം പ്രാധാന്യമായി എന്ന് ചോദിച്ചാൽ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രഹമാണ് ചന്ദ്രൻ. മനസ്സിനെ നിയന്ത്രിക്കുന്ന, രക്തത്തിനെ നിയന്ത്രിക്കുന്ന ഒരു ഗ്രഹമാണ്. ആകാശത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളും മനുഷ്യരും തമ്മിൽ എന്താണ് ബന്ധമെന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ വേലിയേറ്റ സമയത്ത് എന്തുകൊണ്ടാണ് ഈ കടലും അല്ലെങ്കിൽ ഭൂമിയിലുള്ള ഭാരം കുറഞ്ഞ വസ്തുക്കളൊക്കെ ചന്ദ്രനെ ലക്ഷ്യമാക്കി മുകളിലേക്ക് ഉയരുന്നത്? അതും ഒരു ചോദ്യമല്ലേ. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് വേലിയേറ്റം സംഭവിക്കുമ്പോൾ മനുഷ്യരുടെ കൈയൊന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ രക്തം അമിതമായിട്ട് നഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? കയ്യോ കാലോ ഒക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ വേലിയേറ്റ സമയത്താണെങ്കിൽ രക്തം നിൽക്കുകയില്ല അല്ലേ. മുറിപ്പാടിൽ നിന്ന് രക്തം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആകാശത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് നമ്മളെ സ്വാധീനിക്കാൻ കഴിവുണ്ടെന്നുള്ളതിൻ്റെ തെളിവ് ഏറ്റവും നല്ല ഉദാഹരണം ഇതൊക്കെ തന്നെയാണ്. ഒരുപാട് ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ് നക്ഷത്രം. എങ്കിലും ഒരു മനുഷ്യനെ ടോട്ടൽ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ രക്തമാണ്, നമ്മുടെ മനസ്സാണ്. രക്തമാണ് നമ്മുടെ ബ്രെയിനിന് വേണ്ടതായിട്ടുള്ള ഊർജം കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ പണ്ട് തൊട്ടേ മഹർഷിമാർ കണ്ടുപിടിച്ചിട്ടുണ്ട്, രക്തമെന്ന് പറയുന്ന അത്ര നിസ്സാര കാര്യമല്ല. നമ്മുടെ ശരീരത്തുകൂടെ ഒഴുകുന്ന രക്തത്തിനെ കൺട്രോൾ ചെയ്യുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നത് ചന്ദ്രനാണ്. ചന്ദ്രൻ്റെ കൂടുതലായ പ്രവർത്തനം അല്ലെങ്കിൽ പ്രവർത്തനക്കുറവ് കൊണ്ട് നമുക്ക് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഈ ചന്ദ്രന് ഗുളികൻ്റെ യോഗം ഉണ്ടാവുക അല്ലെങ്കിൽ ബുധന് ഗുളികൻ്റെ യോഗമൊക്കെ ജാതകത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊരുപാട് പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാവും. മാനസിക പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ചില ഗ്രഹനിലകളിൽ പ്രത്യേക രീതിയിലുള്ള ഗ്രഹവിന്യാസത്തിൽ ചന്ദ്രന് ഗുളികൻ്റെ യോഗം വന്നു കഴിഞ്ഞാൽ അത് മാനസിക രോഗം അല്ലെങ്കിൽ കടുത്ത ഡിപ്രഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നക്ഷത്രത്തിന് പ്രാധാന്യം ഉണ്ടായത്. പക്ഷെ ഒരു കാര്യമാണ്, ഈ ഒരു നക്ഷത്രത്തിനും പ്രത്യേകിച്ച് ഒരു ഫലവും പറയാനായിട്ട് പറ്റത്തില്ല. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നക്ഷത്രം വെച്ച് ഒരു വ്യക്തിയെ വിലയിരുത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ നാളുകാരിങ്ങനെയാണ്, ആ നാളുകാർ അങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് പറയാമെന്നേ ഉള്ളൂ. ഒരു പരിധി വരെ അത് പ്രാവർത്തികമാകുള്ളൂ. ജാതകമാണ് ഒരു മനുഷ്യൻ്റെ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ ഒരു ജാതകം നോക്കി മാത്രമേ ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ.